ഇന്ന് ഉത്സവം തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമായിരുന്നേ. അപ്പോൾ എനിക്ക് 6 ദിവസത്തെ ഉത്സവം മിസ്സായിരുന്നു. ഞാൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്ന് നേരെ വന്നു കുളിച്ച് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നു. ഞങ്ങളുടെ കൂടെ അനിയൻ്റെ മക്കളും കൂടെ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോഴാണ് ഒരു സമാധാനമായത്. 6 ദിവസത്തെ ഉത്സവം ഞങ്ങൾക്ക് മിസ്സായി. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നേ. എന്നിട്ടുണ്ട് പുതിയ ഓരോ സംഭവങ്ങളൊക്കെയാണ്. ഓരോ വർഷം കഴിയുന്തോറും എന്തൊക്കെയൊക്കെയോ പുതിയ സംഭവങ്ങളാണ്. പഴയതൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ കൈകൊട്ടിക്കളി അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അങ്ങ് ഞാൻ പാട്ടിട്ടിട്ടില്ല. പാട്ടിട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുവേ. അതുകൊണ്ട് ഞാൻ പാട്ടിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ ഐസ്ക്രീം എല്ലാം കഴിച്ചു. കുറേ കടല അങ്ങനത്തെ ഐറ്റംസ് ഉത്സവപ്പറമ്പിൽ കിട്ടത്തില്ലേ, അതെല്ലാം വാങ്ങിച്ച് പിള്ളേർക്കും കൊടുത്തു. ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് 7ാമത്തെ ദിവസം ഒരു കരക്കാരുടെ ഘോഷയാത്ര ആയിരിക്കും. 8ാമത്തെ ദിവസം വേറൊരു കരക്കാരുടെ ആയിരിക്കും. അത് രണ്ടും കൂടെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് 2ാമത്തെ ദിവസത്തെയാണ്. രണ്ടാമത്തെ കരക്കാരുടെ കേട്ടോ. അപ്പോൾ ഇതും നല്ല അതിഗംഭീരമായിരുന്നു. അതിനെ കഴിഞ്ഞും അടിപൊളിയായിരുന്നു. ഇത് പുതിയ എന്തൊക്കെയോ സംഭവങ്ങളും പിന്നെ ഇപ്രാവശ്യം കരടിയാണോ കുരങ്ങാണോ ഇത് എന്ത് സംഭവമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മുടെ അടുത്തൊന്ന് നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നെയും ഒന്ന് പേടിപ്പിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കാൻ നേരത്ത് എൻ്റെ അടുത്തൊന്ന് വന്നായിരുന്നു. ഞാനും ഒന്ന് എന്നിട്ട് ഈ സാധനം എന്നെ വന്നങ്ങ് പേടിപ്പിച്ചത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി കേട്ടോ. നല്ല അടിപൊളി പരിപാടിയൊക്കെയായിരുന്നു. പിന്നെ ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ളൊരു ശിവൻ്റെ അഘോരികൾ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒന്നും ഞാൻ പാട്ടിട്ടിട്ടില്ല. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് പിന്നെ ഇടാമേ. അത് വേറെ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടാൽ എനിക്ക് കോപ്പിറൈറ്റ് കേട്ടോ ഇടാൻ ഞാനിട്ട്. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അന്ന് വന്ന് എന്തുവാ കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൂപ്പൻ ഇത് കഴിക്കുകയാണ് ഗൈസ്. ഏറെക്കുറെ അതൊക്കെ തന്നെയായിരിക്കും ലക്ഷ്യം. കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വർഷത്തിലൊന്നല്ലേ കഴിക്കൂ. അത് ഉത്സവത്തിനൊക്കെ ആകുമ്പം അപ്പോൾ അതങ്ങ് കഴിക്കും. പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഞാനും കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാനിപ്പൂരിയുടെ ആളാണ് മീനോട്ടം കേട്ടോ. പാനിപ്പൂരിക്ക് വേണ്ടി തന്നെ പിന്നെ പിറ്റേ ദിവസവും ഞങ്ങൾ വന്നു. അങ്ങനെ പാനിപ്പൂരിയും കഴിച്ചു. അപ്പം ഈ 2 ദിവസത്തെ ഫുൾ വീഡിയോ ഞാൻ ഒന്നിച്ചങ്ങ് ഇട്ടു. ഇനിയുള്ളത് ഞാൻ വേറെ ആയിട്ട് ഇടാമേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.